റെഡിയാ? ഇനി തെറ്റിക്കരുത് കേട്ടോ. ഞാനാ തെറ്റിച്ച. അതെന്താ വെച്ച് കഴിഞ്ഞാലേ, എജുപോർട്ട് എന്ന് പറയണം, നീറ്റ് ജെഇ എന്ന് പറയണം, റിപ്പീറ്റേഴ്സ് എന്ന് പറയണം, ഹോസ്റ്റൽ എന്ന് പറയണം, സുബൈദ എന്ന് പറയണം. ഇതെല്ലാം കൂടി ഉള്ളതുകൊണ്ട് ഞാനൊരു 2-3 ടേക്ക് പോയതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എജുപോർട്ടിൻ്റെ നീറ്റ് ജെഇ റിപ്പീറ്റേഴ്സിൻ്റെ ഹോസ്റ്റലായിട്ടുള്ള സുബൈദാസ് പെൻറ്റ് ഹൗസ്. സുബൈദാസ് പെൻറ്റ് ഹൗസിന് ശരിക്കും വേറെ ഒരു ഇൻട്രോൻ്റെ ആവശ്യമില്ല. ഒരുവിധം ഈ വീഡിയോ കാണുന്ന ഒരുവിധം എല്ലാവരും സുബൈദനെ കുറിച്ച് കേട്ടിട്ടും അറിഞ്ഞിട്ടും ഉണ്ടാവും. ഇന്നിൻ്റെ കൂടെ ഉള്ളത് ഇവിടെ സ്റ്റേ ചെയ്യുന്ന കുട്ടിയല്ല, നമ്മളെ ഇങ്കലിലെ ക്യാമ്പസ് ഹോസ്റ്റലിൽ ആണ് ഈ കുട്ടീൻ്റെ ഹോസ്റ്റൽ. പക്ഷേ ഈ ഒരു സുബൈദ പെൻറ്റ് ഹൗസ് നമ്മൾ ഇനി വരാൻ പോകുന്ന ബാച്ചിലെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് റെഡി ആയിട്ടുള്ളത് എന്നും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ ഞാൻ വേറൊരു ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് പൊക്കിയതാണ്. ഹായ്. ഹായ്. എൻ്റെ പേരെന്താ? ഷാന. ഷാന ഫ്രം മീഷോ. ഷാന ഫ്രം കോഴിക്കോട്. അങ്ങനെ അറിയില്ല നമ്മൾ ദുൽഖർ ഫ്രം മീഷോ എന്നൊക്കെ കേട്ടുകോ? കേട്ടി. 10th മുതലേ ഞാൻ എജുപോർട്ടിന്റെ ക്ലാസ് 10th മുതലേ എജുപോർട്ടിൽ ഉണ്ട്. ബാക്കി പറയാം, ഈ കുട്ടിയൊക്കെ തെറ്റിക്കുന്നത്. 10th മുതലേ ഞാൻ എജുപോർട്ടിലുണ്ട്. അപ്പോൾ അത്യാവശ്യം അടിപൊളി സെറ്റ് ക്ലാസ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഞാൻ കെമിസ്ട്രി ആയിരുന്നു കണ്ടത്, അത് നൈസ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ സയൻസ് എടുത്തു. അന്ന് ആ 2 മാസം 10th കഴിഞ്ഞ് 2 മാസം ഏപ്രിലും മെയ്യിലും എനിക്കെന്തോ സ്വർഗ്ഗം കിട്ടിയ ഫീൽ ചെയ്യും. അപ്പോൾ എന്നാലും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്താ എടുക്കണം എന്നുള്ളത്. അതായത് വെക്കേഷൻ ഞാൻ എൻജോയ് ചെയ്തു. പക്ഷേ ആ ടൈമിൽ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇനിയിപ്പം +1 സയൻസ് എടുത്താൽ പൊന്തോ അങ്ങനെ ആലോചിക്കുന്നു. പബ്ജി കളിച്ചുകൊണ്ട് ആലോചിക്കും. ഓക്കെ, അങ്ങനെ എങ്ങനെയോ എടുക്കേണ്ടി വന്നു. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഒരു 4 മാസം കൺഫ്യൂഷൻ ആയിരുന്നു, എന്നാലും പൊന്തുന്നില്ല സാധനം. അപ്പൊ പിന്നെ എങ്ങനെയൊക്കെ ട്രാക്കിലായി. ക്ലാസ് കാണാനും ഉണ്ടായിരുന്നു, എജുപോർട്ടിന് ക്ലാസ് കാണാനും ഉണ്ടായിരുന്നു. പിന്നെ ട്രാക്കിലായി. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞു. +2 കഴിഞ്ഞ് 1 മാസം ഇതേപോലെ തന്നെ എൻജോയ്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാ, എല്ലാവരും ഡിഗ്രിക്ക് പോകുന്നു, ഇനി ഡിഗ്രിക്ക് പോയാലോ എന്ന് വിചാരിച്ച്. പിന്നെ വിചാരിച്ച് ചിലപ്പം കിട്ടിയാലോ, ചിലപ്പം ബിരിയാണി കൊടുത്താലോ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ വന്നു. ഞാൻ അത്യാവശ്യം ഇങ്ങനെ എല്ലാ പരിപാടിക്കും ഇങ്ങനെ പങ്കെടുക്കുക, സ്കൂൾ കലോത്സവം അത് ഇതൊക്കെ ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ബോധം വരല് ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴാണ് പഠിക്കാനുള്ളത്. അതിപ്പോൾ +1 ആയാലും 10th ആയാലും ഒക്കെ അങ്ങനെയാണ് പഠിച്ചത്. വലിയ ഓവർ പഠിപ്പിയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, കുറച്ച് ഒപ്പിച്ചൊപ്പിച്ച് പോവാം. അതായത് ഒരു ആവറേജിന്റെ ഒരു തുള്ളി മോള്. ഓക്കെ, അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ശരിക്കും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയി ഒരു റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എവിടുന്ന കിട്ടി? കോൺഫിഡൻസ് എന്തായാലും എന്താ പറയുക, സയൻസ് ഒക്കെ എടുത്ത് അപ്പം പിന്നെ എന്താ ഒന്ന് ട്രൈ ചെയ്തൊക്കെ അയച്ചോ. അഥവാ കിട്ടിയില്ലെങ്കിൽ നമ്മൾ തൂക്കിക്കൊല്ലാനൊന്നും ആരും പോകുന്നില്ലല്ലോ. അപ്പം ആ ഒരു കോൺഫിഡൻസ് ജസ്റ്റ് ഒരു ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഉറപ്പായിട്ടും. പക്ഷേ ആവറേജ് സ്റ്റുഡൻസ് ആയ ഒരുപാട് കുട്ടികൾ എജുപോർട്ടിൽ വന്നിട്ടുണ്ട്, ഓരോക്കെ ക്രാക്കും ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇൻഷാല്ലാ എനിക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും, വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടും, പഠിക്കാൻ തയ്യാറാണ് ഉറപ്പായിട്ടും കിട്ടും. ഇപ്പോൾ ഈ ഒരു ഹോസ്റ്റൽ കാണുമ്പോൾ എനിക്ക് ഇവിടെ നിന്നാൽ മതി എന്ന് തോന്നുന്നുണ്ടോ? ശരിക്കില്ല പറഞ്ഞാൽ മതി. ഉള്ളിൽ കയറിയില്ല, പക്ഷേ പുറത്തെ ആംബിയൻസിൽ നല്ല പൂവും പച്ചപ്പൊക്കെ നല്ല മൊത്തത്തിലൊരു രസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിൽക്കാനായിരുന്നെങ്കിൽ നീ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയൊന്നുമില്ല, പക്ഷേ അവിടെ അല്ലേ കുറച്ചുകൂടി അടുത്ത്. ഓക്കെ, പക്ഷെ ഇത് ശരിക്കും ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് എത്താവുന്നേ ഉള്ളൂ. റെഡി. അപ്പോൾ പിന്നെ എന്താണ് അവിടെ ഉള്ള ഹോസ്റ്റലിലെ വിശേഷം? അവിടേക്കാണെങ്കിൽ കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആണ്, പക്ഷേ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊന്നുമല്ല. സ്ട്രിക്റ്റ് ആണോ? സ്ട്രിക്റ്റ് ആണ്, പക്ഷേ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, നമ്മളെ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലൊന്നും വലിയ ഇതില്ല. നമുക്ക് 1 മണിക്കൂർ ബ്രേക്കും കാര്യങ്ങളൊക്കെ. എപ്പോഴാണ് ബ്രേക്ക് ഉണ്ടായാലും? വൈകുന്നേരം സമയങ്ങളിൽ ബ്രേക്ക് ഉണ്ടായാലുണ്ട്. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ എന്താ ചെയ്യുക? ആ ടൈമിന് കഥ പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് പഠിക്കാനാണല്ലോ വന്നത്. ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ അത് ചോദിക്കും. ഫ്രണ്ട്സ് ആയിട്ട് ഒന്ന് ഡൗട്ട് ഒക്കെ ചോദിക്കുമ്പോൾ ഒരു വേറൊരു വൈബാണല്ലോ, അത് വേറൊരു രസമാണ്. പിന്നെ ഈ സ്ട്രിക്റ്റ് നിങ്ങൾ ഉദ്ദേശിച്ച് എന്താണ്? അതായത് പഠിക്കേണ്ടപ്പം എന്തായാലും പഠിക്കണം, അങ്ങനെ എന്താണ് സ്ട്രിക്റ്റ് ആണെന്ന് ഉദ്ദേശിച്ചത്? അങ്ങനെ വെച്ചാൽ നമുക്ക് പഠിക്കുന്നതിന് കുറച്ച് ടൈം ഉണ്ടാവും, പിന്നെ ഫുഡ് കഴിക്കാനൊരു ടൈം, പിന്നെ ക്യാമ്പസ് പോകാൻ ടൈം, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ ടൈമിൽ നമ്മൾ സീരിയസ് ആയിരിക്കണം. ബാക്കി എല്ലാവരും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉറക്കവും കാര്യമൊക്കെ? ഉറക്കം 5 മണിക്ക് എണീക്കും, 11 മണിക്ക് ഉറങ്ങും. ആ ഒരു ഷെഡ്യൂളിലാണ് ഇപ്പോൾ പോകുന്നത്. എന്നാൽ
എനിക്ക് ഫാക്കൽറ്റീസിനെ കുറിച്ചൊക്കെ ഒന്ന് പറയും. ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ കുറച്ച് ദിവസം നമുക്ക് ഫൗണ്ടേഷൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ സമയത്തൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നോ? ആ സമയത്ത് നമുക്ക് ഇമാനുവൽ സാറ്, അതേപോലെ തന്നെ പ്രിൻസ് സാറ്, അങ്ങനത്തെ കുറച്ച് ആൾക്കാരെയാണ് എടുത്തത്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നലാണ് ഫസ്റ്റ് ക്ലാസ്, അതായത് നീറ്റിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് ഇന്നലെയാണ് തുടങ്ങിയത്. അപ്പോൾ ഇന്നലെ ആനിമൽ കിങ്ഡം ബയോളജി ഷഹീർ സാറെ നല്ല പക്ക ക്ലാസ്, നല്ല റിസൾട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. NCERT വായിക്കാൻ കുറച്ച് മടിയാണ് എനിക്ക്. അപ്പൊ ഇത് NCERTന്റെ ആവശ്യമൊന്നുമില്ല, കാരണം NCERT ഒരു വരി വിടാണ്ട് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് നോട്ടിൽ എഴുതിയിട്ട് പഠിക്കുന്ന വെച്ചാൽ, അപ്പൊ സാർ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നല്ല വൃത്തിക്ക് എഴുതി അത്യാവശ്യം നല്ല സമയം എടുത്ത് പറയുന്നുണ്ട്. ഞാൻ അതിനനുസരിച്ച് ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പൊ ഇന്നലെ NCERT വായിക്കുകയാണ്, ഞാൻ ഇത് വായിച്ച് എന്നിട്ട് NCERT വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലാവുന്നുണ്ട്, നല്ല റിസൾട്ട്. സത്യം പറഞ്ഞാല് ഫോൺ ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യില്ല, ഫോണ് പറ്റൂല, യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇപ്പം എന്താ അറിയില്ല, നല്ല സമയമുണ്ട്. ഒരു ദിവസമൊക്കെ 4 കൊല്ലൊക്കെ പോലെ തോന്നുന്നു. ഫോണൊന്ന് ഉപയോഗിക്കാണ്ട് ഒരു 8 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് എനിക്ക് ഒരുപാട് ടൈം ഉള്ളതായിരിക്കില്ലേ ജീവിതത്തിൽ, ഇനിയും ഒരുപാട് തീർക്കാനും സമയം ബാക്കിയുള്ളതായിരിക്കും. ഓക്കെ, ബാക്ക് ടു ദ ഫാക്കൽറ്റീസ്. പിന്നെ വേറെ ആരൊക്കെങ്കിലും ക്ലാസ് എടുത്തോ? സച്ചിൻ സാറിന്റെ എന്താ പറഞ്ഞേ? സച്ചിൻ സാറെ ക്ലാസ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഫിസിക്സ് നീറ്റിലേക്കൊക്കെ പോകുന്ന ടൈമില് എന്തൊക്കെയോ ബാഹുബലി കലയം പറയുന്ന കാര്യമായിരിക്കും, ഒന്നും മനസ്സിലാവില്ല നമ്മൾ വിചാരിക്കും. പക്ഷെ സച്ചിൻ സാറ് 1ാം ക്ലാസ്സിലത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നവർ 1 തുടങ്ങി 2 തുടങ്ങി 3 തുടങ്ങി അങ്ങനെ പോകുമ്പോൾ നമുക്ക് ലെവൽ കൂടിയേ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസർ കിട്ടി. അപ്പോഴേക്കും സാറ് പറയാ ഇത് നീറ്റിന് വന്ന ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, ഇത് ചെയ്ത് ഞാനാണോ ആ ഒരു സാധനം വരും. അപ്പോൾ അങ്ങനെ ബേസ് തുടങ്ങിയപ്പോൾ നല്ല സുഖമുണ്ട് പഠിക്കാൻ. ഓക്കെ. സോ ഈ കുട്ടി പറഞ്ഞു വന്നത് ആകെ ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ള ക്ലാസ് തുടങ്ങിയിട്ട് ആ ഒരാഴ്ച കൊണ്ട് തന്നെ ഫാക്കൽറ്റീസിലൊക്കെ നല്ല ഇമ്പ്രസ്ഡ് ആണ്. ശരിക്കും ഇനി മുന്നത്തെ വീഡിയോസിലൊക്കെ കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ലേ ഫാക്കൽറ്റീസൊക്കെ അടിപൊളിയാണെന്ന്. അപ്പം ഇനി വിചാരിച്ചു ഇത്ര അടിപൊളിയാണ്, ഞാൻ വിചാരിച്ചു കുറച്ച് തള്ളലൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇപ്പം ഞാൻ സത്യാന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 2 മൈൻഡിൽ വന്ന ആളാണല്ലോ. ഇത് പൊക്കിയാൽ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു സംഭവം വന്ന ആളാണല്ലോ. അപ്പോൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത സമയത്ത് ഇത് കിട്ടും എന്നുള്ളൊരു ഹോപ്പ് എനിക്ക് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഭയങ്കര ഇതാണ്. അപ്പോൾ ഈ ഒരു സ്പിരിറ്റ് ത്രൂ ഔട്ട് കൊണ്ടുപോയാൽ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ആ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതിനുവേണ്ടി വർക്ക് ചെയ്യൂലേ? ഉറപ്പായിട്ടും വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ അകത്ത് വീഡിയോയിലല്ലേ കണ്ടുള്ളൂ, നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം വീഡിയോയിൽ കണ്ട മാതിരിയൊക്കെ തന്നെ ഉണ്ടോ. നീ വരുന്നില്ലേ? എന്നാ വാ ഒന്ന് പോയി നോക്കാം. ഇതാണ് റിസപ്ഷൻ. റിസപ്ഷനിലേക്ക് കയറുമ്പോൾ എന്താ എനിക്ക് ഫീൽ ചെയ്യുന്നത്? നല്ല ഭംഗിയുണ്ട്. നീറ്റല്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ, പെർഫെക്റ്റ്. നീറ്റല്ലേ? അതാ വെച്ചേ ചളി മന്നിച്ച് വിടുക. കേൾക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വൈബ് വേണ്ടേ, അതാ എനിക്കിഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. ഓക്കെ. ആൻഡ് ഓൾസോ ദാ ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് ദാ ഈ സാധനം കൊണ്ടുവരണം നിങ്ങളെ ഹോസ്റ്റലില്ല. ഓക്കെ. ഈ ലിഫ്റ്റിൻ്റെ പ്രത്യേകത ഇവിടെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം എന്നുള്ളതാണ്. ട്രാൻസ്പെറൻസി, നല്ല വൃത്തിയുള്ളൊരു ലിഫ്റ്റാണ്. പക്ഷേ നമ്മൾ ഈ ലിഫ്റ്റ് കയറുന്നില്ല, കാരണം ഞാൻ കുറച്ച് ഹെൽത്ത് കോൺഷ്യസാണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കടന്ന് കയറാം. നീ അത്ര കോൺഷ്യസ് അല്ലേ? നീ ബ്യൂട്ടി കോൺഷ്യസ് ആണോ? നീ എന്തിലെങ്കിലും ഒക്കെ കോൺഷ്യസ് ആണോ? അൺകോൺഷ്യസോ? ഒരാവേശത്തിലേ സ്റ്റെപ്പ് കയറിപ്പോയതാ. അത്ര സുഖമല്ലേ? കോൺഷ്യസാ, പ്രായമായി വരില്ലേ. ഓക്കെ. സോ ഇതാണ് നമ്മളെ സ്റ്റഡി ഹാള്. 1 2 3 4 4 എണ്ണം ഉണ്ട്. ഏതെങ്കിലും ഓക്കെ ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറാം. ബാ. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ഇരുന്ന് സംസാരിക്കാം. അത്ര സുഖമല്ല നടന്ന് സംസാരിക്കാൻ. എങ്ങനെയുണ്ട്? സെറ്റപ്പാ. കട്ടപ്പയോ? സെറ്റപ്പ്. ഓക്കെ. ഓക്കെ. സ്റ്റഡി ഹാളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്ത് പറയണമെന്നില്ല, എല്ലായിടത്തും പഠിക്കാൻ വേണ്ടി. ഞാൻ ചളിയാന്ന് പറഞ്ഞാൽ ഇങ്ങനല്ല ചളിയൊക്കെയല്ലോ, കൂടിയിട്ട് നല്ല തണുപ്പ്, AC അത് എല്ലായിടത്തിലും ഉണ്ട്. അത് ശരിക്കും നിർബന്ധമല്ലേ? ഡിസ്കംഫേർട്ടായിട്ട് പഠിക്കാൻ പറ്റുമോ? ഇല്ല. കുറച്ച് തണുപ്പായിട്ട്. അതെ. നല്ലൊരു ചെറിയ മഴ, ഒരു കട്ടനും കുടിച്ച് ഒരു ഉറക്കം പഠിക്കാൻ. ഓക്കെ, രസമാണ്. അപ്പോൾ ഈ സ്റ്റഡി ഹാളിന് ശരിക്കും ആ ഒരു വൈബ് ഉണ്ട്, ആംബിയൻസ് ഉണ്ട്. ഇത് സ്റ്റഡി ഹാളും റെഡിയാണ് ഇനി വരാൻ പോകുന്ന ബാച്ചിന് വേണ്ടിയിട്ട്.
എനിക്ക് ശരിക്കും ഈ ബാച്ചുകാരോട് ഒരു അസൂയ ഉണ്ടോ ഇത്ര നല്ലൊരു ഹോസ്റ്റലുകൾക്ക് കിട്ടാൻ പോകുന്നതിൽ? കുറച്ച് അസൂയ. ഇനി വേണമെങ്കിലും നീച്ചോ, ഞാൻ ഇരിക്കാം. എനിക്ക് ഈ കാലിന് വയ്യാത്ത ആളാണേ. എന്നിട്ട് എൻ്റെ സ്റ്റഡി ഹാളിനുള്ള ഒരു റൊട്ടീനും കാര്യങ്ങളൊക്കെ ഒന്ന്. സ്റ്റഡി ഹാൾ റൊട്ടീൻ ഇരുന്നാൽ ഞാൻ ആദ്യം എന്താ പറയുക, ഞാനവിടെ കുറച്ച് സാധനങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് കുറച്ച് എനിക്കറിയാത്ത കുറച്ച് സാധനങ്ങൾ അത് ഫസ്റ്റ് വന്നൊന്ന് റിവൈസ് ചെയ്യും. എന്നിട്ട് അടുത്ത പരിപാടിക്ക് നോക്കും. അതായത് കുറച്ച് സാധനം നമുക്ക് ബൈ ഹാർട്ട് അടിക്കാണ്ടാവില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പീരിയോഡിക് ടേബിൾ ഒട്ടിച്ചേക്കുക, അങ്ങനെ ഓരോ സാധനങ്ങൾ ഒട്ടിച്ചിട്ട് അതിരുന്ന് പഠിക്കും. ഫസ്റ്റ് അതാ ചെയ്യാം. പിന്നെ ഞാൻ എന്താ പറയുക, കുറേ ടോപ്പിക് ഒറ്റയടിക്ക് പഠിക്കുന്നതിനെക്കാട്ടി കൂടുതൽ പഠിച്ച ടോപ്പിക്ക് കുറച്ച് റിവൈസ് ചെയ്ത് അത് സെറ്റാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകണം. അങ്ങനെയാണ് എൻ്റെ ഒരു റൊട്ടീൻ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആപ്പിൽ മറ്റേ AI-ൻ്റെ ഒരു സാധനം ഉണ്ട്. എന്താണ് അത്? മറ്റേ ഗൂഗിൾ ഏട്ടനോടൊക്കെ ചോദിക്കുന്ന AI ഡൗട്ട് ക്ലിയറൻസ്. യെസ്, നമ്മളെ ഈ ഒരു AI ഡൗട്ട് ക്ലിയറൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എവിടുന്ന് സൊല്യൂഷൻ കിട്ടും? നമ്മളെ സെറ്റപ്പ് ചെയ്ത AI ഡൗട്ട് ക്ലിയറൻസ് എന്ന് കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ആണെങ്കിൽ പ്ലാൻ കിഡ് നമുക്ക് ക്ലാസ്സിൽ എടുത്ത് വെച്ചോ. അപ്പോൾ അത്യാവശ്യം നോട്ടൊക്കെ എഴുതി നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ എന്തായാലും ചെറിയ ഡൗട്ട് വരും. അതെന്താ അങ്ങനെ ആയത്, ഇതെന്താ അങ്ങനെ ആയത്. ചിലപ്പോൾ അവിടുന്ന് ക്ലിയർ ആയതേക്കും, പക്ഷെ നമ്മൾ പഠിക്കാൻ കുത്തിരിക്കുമ്പോൾ ചിലപ്പോൾ അത് മറന്നു പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ട്. അതിനാണ് ഞാൻ ടാബ് കയറി ആ ചാപ്റ്റർ, ഇപ്പോൾ പ്ലാൻ കിഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതെടുക്കും, ആ ഡൗട്ടുള്ള ഭാഗം നോക്കും, എന്നിട്ട്. അതായത് ഇവർക്ക് ഓഫ്ലൈൻ ആയിട്ട് ഒരു ഫാക്കൽറ്റി ക്ലാസ് എടുക്കും, ഇവരത് രാത്രി പഠിക്കും. ആ പഠിക്കുമ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതേ ഫാക്കൽറ്റി റെക്കോർഡ് ചെയ്തിട്ട് ക്ലാസ് ഇവർക്ക് ടാബിൽ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത്. അടിപൊളി, ഒന്നും പറയാനില്ല അതിനെ കുറിച്ച്. ഈ റൂമിലൊന്നും ഇരിക്കാൻ ഒരു റിപ്പീറ്റർക്ക് അങ്ങനെ ടൈം ഉണ്ടാവില്ല അല്ലേ? ഇല്ല, റൂമിൽ ഇരിക്കില്ല. ഈ വ്യൂ ഇത് എന്നൊക്കെ സ്റ്റഡി ഹാളിൽ നിന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. സ്റ്റഡി ഹാളിൽ നിന്നുള്ള സെയിം വ്യൂ ആണിത്. ഇത്രയൊക്കെ പ്രകൃതി രമണീയമായിട്ടുള്ള ഇതാട്ടോ ഇവരുടെ റൂം. സോ ഈ റൂമിലേക്ക് വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുകൊണ്ടാണ് എനിക്ക് അതന്നെ പറയേണ്ടി വരുന്നത്. പിന്നെ റൂം കയറിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, സോ 4 ഷെയർ ആണ്. നല്ലൊരു വൃത്തിയുണ്ട്, നല്ലൊരു ആംബിയൻസ് ഉണ്ട്. എന്തായാലും നീ എന്തേലും പറ. നൈസ്. എനിക്ക് എന്തെങ്കിലും തോന്നോ? ഞാൻ പറയില്ലേ, അവരെ ഓർമ്മ വരുന്നു. ഓക്കെ, ഈ റൂം കാണുമ്പോൾ എൻ്റെ റൂംമേറ്റ്സിനെ എനിക്ക് ഓർമ്മ വരുന്നു. എൻ്റെ ബാലൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് ഇങ്ങോട്ട് ചാടാൻ പറ്റൂല. ഞാൻ കൂടി ചാടിക്കോ? അല്ല, എനിക്ക് ഈ ഹോസ്റ്റലിലേക്ക് ചാടാൻ പറ്റൂല. ഓ, ഈ ഹോസ്റ്റലിലേക്ക്? എടാ, അതായത് ഇതൊരു അടിപൊളി ഹോസ്റ്റലാണ്, പക്ഷെ നിങ്ങളതും അടിപൊളി ഹോസ്റ്റൽ തന്നെയാണ്. ഒക്കെ ഹോസ്റ്റൽ കിടു തന്നെയാണ്. പിന്നെ ഞാൻ അവിടെ കുറെ സായതുകൊണ്ട് എനിക്ക് ഇവിടെ രസം, അത്രേ ഉള്ളൂ. ബേബി ആരാ? ഓക്കെ, ഏകദേശം 50 ലക്ഷത്തോളം ആൾക്കാർ കണ്ട ലോണ്ടറി ആണിത്. നമുക്ക് ഒന്നും അറിയണ്ട, ജസ്റ്റ് കഴിച്ചങ്ങോട്ട് കൊടുത്തേച്ചാൽ മതി. ഒരു അലക്കി ക്ലീനാക്കി മടക്കി കൈ കൊണ്ടുതരും. മോളെ ഇട്ടോളൂ, അയൺ ചെയ്ത് കൈ കൊണ്ടുതരും. മോളെ ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓൾസോ ഇതാ ലോണ്ടറിൻ്റെ തൊട്ടിപ്പുറത്താണ് ഇവരെ മെസ്സ് വരുന്നത്. മെസ്സ് ഇപ്പം കുറച്ച് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, മെയിൻ്റനൻസിൻ്റെ. കുട്ടികൾ വരാനാവുന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. ഫുഡിൻ്റെ കാര്യം ഞാൻ സാധാരണ എല്ലാ വീഡിയോയിലും നല്ല അടിപൊളിയായി ചോദിക്കുന്നത്. എന്നോട് ചോദിക്കാൻ പറഞ്ഞു ഈ ഫുഡിനെ കുറിച്ചൊക്കെ എന്താ? ഫുഡ് സെറ്റാണ്. മറ്റേ ഫാക്കൽറ്റീസ് കഴിഞ്ഞാൽ ഫുഡ് അങ്ങനെയാണ് അതിന് പ്രയോറിറ്റി ലിസ്റ്റ് കിടക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് ഇവിടെ ഒരു കിട്ടുന്നത്. ഓക്കെ, സാധാരണ വീട്ടിലൊക്കെ വെച്ചാൽ വീട്ടിലും അല്ലെങ്കിൽ സാധാ ഹോസ്റ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നേരം നോൺ വെജ് ആണല്ലോ. ഇവിടെ ഒരു നേരം നോൺ വെജ് ഇല്ല, ബാക്കി 6 ദിവസവും നോൺ വെജ് ഉണ്ട്. ഇനി അത് കഴിച്ച് സന്തോഷത്തിലാക്കുന്നത് തോന്നി. ഓക്കെ, അപ്പോൾ മാത്രമല്ല നമുക്ക് വേണ്ടി തോന്നണ്ട. എത്രയിടാ അധികം ഇടണ്ടോ, അധികം തടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പഠിക്കാനാവൂല. തിന്നാനല്ലേ എനർജി വരും. അത്രേ ഉള്ളൂ. എന്നാ ഇങ്ങി കഴിച്ചോട്ടോ. കഴിക്കാൻ ഓരോരുത്തർക്ക് ഓരോ റീസൺ അല്ലേ. ഇങ്ങി കഴിക്കും. പിന്നെ ഫുഡ് സെറ്റ് ചെയ്യിക്കുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു, പക്ഷെ 6 ദിവസവും നോൺ വെജ് കിട്ടുന്നുള്ളതൊന്നും ഞാൻ അറിയില്ല കേട്ടോ. അവിടെ എത്തിയാലാണ് അതറിയാൻ തുടങ്ങിയത്. ഫുഡ് ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു യൂട്യൂബിൽ. അപ്പൊ അത് കണ്ടപ്പം ഞാൻ വിചാരിച്ച് വീഡിയോയിൽ എന്തായാലും കുറച്ച് ഹൈപ്പ് ഇട്ടിട്ടല്ലേ പറയുള്ളൂ. അപ്പൊ ഞാൻ യൂട്യൂബിന്റെ കമന്റ് നോക്കി. അപ്പൊ എനിക്ക് തോന്നി നല്ലതാണ്. വെറുതെ അല്ല പറഞ്ഞത്, ആ ഒരു സന്തോഷം മുഖത്തുണ്ട് കേട്ടോ, നല്ല ഫുഡ് കിട്ടുന്നതിന്റെ. എനിക്ക് തോന്നുന്നു 2 കിലോ കുറഞ്ഞു, 2 കിലോ കൂടിയെന്ന്. ഇനി അടുത്ത പ്രാവശ്യം അമ്മ വരുമ്പോ മനസ്സിലാവൂല. ഞാൻ എന്തൊരു നല്ല ഫണ്ണ് പറയാൻ വന്നതിൽ ഈശ്വര മറന്നു പോയല്ലോ. ഇപ്പോൾ ഓവറോൾ ഇപ്പോൾ ഇതുവരെ സെറ്റാണ്. ഫാക്കൽറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഹോസ്റ്റലാണെങ്കിലും ഫുഡാണെങ്കിലും ഒക്കെ നൈസാണ്, സാറ്റിസ്ഫൈഡ് ആണ്. വീഡിയോ കണ്ട പോലൊക്കെ ഉണ്ട്. ഓക്കെ, അതായത് ഇനി എന്ത് കണ്ടാണോ ഇവിടെ വന്നത്
അതൊക്കെ ഇതുവരെ ഇവിടെ ഉണ്ട്. ഇതുവരെ ഇവിടെ ഞാൻ ഉണ്ട്. satisfied ഇനി അങ്ങോട്ടും ഉറപ്പായിട്ടും ഉണ്ടാകുന്നുള്ളതാണ്. സോ ഞങ്ങൾ ഇവിടെ പറയാണ് എജുപോർട്ടിൻ്റെ അടുത്ത വരാൻ പോകുന്ന ബാച്ചിലെ കുട്ടികൾക്കായി സുബൈദ പെൻ്റ് ഹൗസ് ഫുൾ സെറ്റാണ്. സുബൈദയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ജസ്റ്റ് ഒന്ന് ഇനി പറഞ്ഞു കൊടുക്കുക. ഓക്കെ അല്ലേ? മൊത്തത്തിൽ സെറ്റാണ്. സുബൈദ സെറ്റാണ്. ഗ്യാരണ്ടി. ഈ കുട്ടി ഗ്യാരണ്ടി, ഞാനും ഗ്യാരണ്ടി. ഓക്കെ, വേറെ ഒന്നും പറയാനില്ലല്ലോ? വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, കണ്ണ് എന്ത് പറ്റി? ആ കുരുവല്ലേ? ആ, നിന്റെ കണ്ണിൽ എന്താണ് കുരുവാണോ എന്ന് ചോദിക്കുന്ന കേട്ടില്ലേ? അതുമാണ്. ഓക്കെ, റെഡി. ഓക്കെ, ബൈ. ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയ ആളെ ആരോ ആണ് സുബൈദ എന്ന് പറയുന്നത്. അവളുടെ ഉമ്മ